ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. നമ്മുടെ ഇന്ത്യ പുരാതന കാലത്ത് ഏകദേശം തുടർച്ചയായി 3000 മുതൽ 4000 വർഷത്തോളം കാലം ലോകത്തിലെ ഏറ്റവും ഉയർന്ന സമ്പന്നമായ പ്രദേശമായിരുന്നു. ഇന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ലോകത്തിലെ ഏറ്റവും കൂടുതൽ GDP ഉള്ള രാജ്യം എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇതിനേക്കാൾ സമ്പന്നമായിരുന്നു പുരാതന കാലത്ത് ഇന്ത്യ. പലപ്പോഴും 25 മുതൽ 40% വരെ ലോകത്തെ ടോട്ടൽ GDPയുടെ ഷെയർ ഇന്ത്യക്കായിരുന്നു. അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ പലർക്കും സംശയം ഉണ്ടായിരുന്നു, ഇതൊരു സാധാരണ ഒരു ഇന്ത്യക്കാരൻ എപ്പോഴും പറയുന്ന കാര്യമല്ലേ എന്നുള്ളത്. എന്നാൽ അത് സത്യമാണ് എന്ന് ഇപ്പോൾ സായിപ്പും പറഞ്ഞിരിക്കുകയാണ്. പൊതുവെ അങ്ങനെയാണല്ലോ, സായിപ്പ് പറയുമ്പോഴാണ് ഇപ്പോഴും പലർക്ക് വിശ്വാസം. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. ഓക്സ്ഫാം ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഇത് 1942 സ്ഥാപിതമായതാണ്. ഇത് ഫൗണ്ട് ചെയ്യുന്നത് യുണൈറ്റഡ് കിങ്ഡം തന്നെയാണ്. അതായത് ബ്രിട്ടൻ ആസ്ഥാനമായിട്ട് 1942 സ്ഥാപിതമായിട്ടുള്ള ഓക്സ്ഫാം എന്ന് പറയുന്ന ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷൻ കുറെ പഠനങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ഇപ്പോ ഒരു പേപ്പർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഒരു റിപ്പോർട്ടാണ്. ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ച് 1765 വർഷമാണ് കേട്ടോ, അന്ന് മുതൽ 1900 വരെ ഏകദേശം ഒരു 100-135 വർഷം കൊണ്ട് മാത്രം ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയത് 64.82 ട്രില്യൺ US$ അതായത് കൊളോണിയൽ കാലഘട്ടത്തിന്റെ തുടക്കം 1765 മുതൽ 1900 വരെ മാത്രം. ഈ കാലയളവിൽ മാത്രം ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സമ്പത്ത് 64.82 ട്രില്യൺ US$. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 64.8 എന്ന് പറഞ്ഞാൽ 65 തന്നെയാണ്. 65 ട്രില്യൺ US$. നേരത്തെ നമ്മൾ പറയാറുണ്ട്, ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ അവരുടെ കോളനി ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് 44 ട്രില്യൺ US$ കൊണ്ടുപോയെന്ന. എന്നാൽ ഇത് അങ്ങനെയല്ല കണക്ക്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തിയിട്ടാണ് ഈ ഓക്സ്ഫാം പുതിയ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഇപ്പോൾ ഏറെ ചർച്ചയാവുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതായത് 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന കണക്ക് 1900 വരെയാണ്. അപ്പോൾ ഈ 1900 വരെ തന്നെ 64.8 ട്രില്യൺ US$ ഇവർ കടത്തിക്കൊണ്ട് പോയെങ്കിൽ ബാക്കിയുള്ള ഏകദേശം 40, 46, 47 വർഷത്തോളം ഇവർ ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയത് ഇത്രയും തന്നെ തുകയാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഏകദേശം ഒരു 100 ട്രില്യൺ US$ എങ്കിലും ഇവരുടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടാകാം. അപ്പോൾ 64.8 ട്രില്യൺ എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ടോട്ടൽ GDP എന്ന് പറയുന്നത് ഏകദേശം 28 ട്രില്യൺ US$ ഇന്നത്തെ അമേരിക്കയുടെ ടോട്ടൽ GDPയേക്കാൾ 2 മടങ്ങോളം വരുന്ന അത്രയും തുകയാണ് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടൻ കടത്തിക്കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ എത്രമാത്രം സമ്പന്നമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് 1765 ശേഷമുള്ള കാര്യമാണ്. ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ, ഞാൻ മുൻപ് പറഞ്ഞു, ഏകദേശം 4000-ഓളം വർഷം തുടർച്ചയായിട്ട് ലോകത്തെ ടോട്ടൽ GDPയുടെ 40% വരെ, 25 മുതൽ 40% വരെ പല ടൈമിലായിട്ട് ഇന്ത്യയിലായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യ ആയിരുന്നു ഷെയർ ചെയ്തിരുന്നത്. അപ്പൊ ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേഡ് കേന്ദ്രമായിരുന്നു. വ്യാപാരം, വിപണി, ശാസ്ത്രം, സാങ്കേതിക മേഖല, അല്ലെങ്കിൽ കലാകായിക മേഖലകളിലെല്ലാം അന്ന് മുന്നിട്ട് നിന്നിരുന്നത് ഇന്ത്യയാണ്. ഒരു പക്ഷേ ഇന്നത്തെ അമേരിക്കയേക്കാൾ ഏറെ സമൃദ്ധമായിരുന്നു പുരാതന കാലത്തെ ഇന്ത്യ. നമ്മളിത് ആ കോണ്ടെക്സ്റ്റിൽ വേണം കാണാൻ. അന്നത്തെ സാഹചര്യത്തിൽ, ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്ക 100 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ചൈനയോ ഇന്ത്യ ആയിരിക്കാം. അപ്പൊ ഇന്ന് അമേരിക്ക എങ്ങനെ ലോകത്തെ ഏറ്റവും സമ്പന്നവും സമൃദ്ധവും ടെക്നോളജിയിലും മുമ്പിലും ഒക്കെ ആയിട്ട് നിൽക്കുന്നു, അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യ കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് വരെ നിലനിന്നിരുന്നത്. അപ്പോൾ ഈ 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ശരിക്കും ഇന്ത്യയിലെ വിദേശ അധിനിവേശം ശക്തമാവുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഈ സെൻട്രൽ ഏഷ്യയിൽ നിന്നും ഒക്കെ ആയിട്ടുള്ള ഇസ്ലാമിക റൂളേഴ്സാണ് ആദ്യം ഇന്ത്യയിലേക്ക് അധിനിവേശം തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഈ 700-കൾക്ക് ശേഷമാണ് ബ്രിട്ടീഷുകാർ ശരിക്കും അവരുടെ ഒരു അധിനിവേശത്തിന് ആരംഭം കുറിക്കുന്നത്. അപ്പോൾ ഈ മുഗൾ ചക്രവർത്തിമാരുടെയൊക്കെ ഭരണകാലത്തും സമ്പത്ത് കുറെയൊക്കെ ഇന്ത്യയിൽ തന്നെ നിലനിന്നിരുന്നു. പലപ്പോഴും ഈ അഫ്ഗാനിൽ നിന്നും മറ്റുമൊക്കെ വന്ന ഭരണാധികാരികൾ കുറെ കൊള്ളയടിച്ച് കൊണ്ടുപോയെങ്കിലും പിന്നീട് പലരും വന്ന് മുഗൾ സാമ്രാജ്യമൊക്കെ ഇന്ത്യയിൽ തന്നെ സെറ്റിൽഡ് ആവുന്നു. അവർ ഇന്ത്യയിൽ തന്നെ സ്ഥിരമായിട്ട് ജീവിക്കുന്നു. അവരുടെ കാലത്തുണ്ടായ സമ്പത്ത് ഇന്ത്യയിൽ തന്നെ വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ബ്രിട്ടീഷുകാർ അങ്ങനെയല്ല ചെയ്തത്. അവർ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ സമ്പത്ത് മുഴുവൻ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് യൂറോപ്പിനെ സമ്പന്നമാക്കുകയാണ് ചെയ്തത്. ഇതിൽ തന്നെ ബ്രിട്ടനിലെ 10% വരുന്ന സമ്പന്നര് ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിച്ചാണ് സമ്പന്നരായി മാറിയത്. മാത്രമല്ല UK-ലെ മിഡിൽ ക്ലാസ് ആയിക്കോട്ടെ, ഇന്നത്തെ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുഴുവൻ വികസനം, അല്ലെങ്കിൽ അവിടുത്തെ വളരെ റിച്ച് ആയിട്ടുള്ള കുടുംബങ്ങൾ, അതായത് നൂറ്റാണ്ടുകളായിട്ട് റിച്ചായി തുടരുന്ന കുടുംബങ്ങളുടെ സമ്പത്ത് എല്ലാം, അവരുടെ രാജകുടുംബത്തിന്റെ സമ്പത്തിലെല്ലാം ഇന്ത്യയുടെ ഷെയർ വളരെ വലുതാണ്. ഇന്ത്യയിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയാണ്
ബ്രിട്ടൻ ഇന്നീ കാണുന്ന സമ്പത്തിലേക്ക് എത്തിയത്. ഇന്നീ കാണുന്നതെന്ന് പറയുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ഇപ്പോഴത്തതിനേക്കാളും എത്രയോ പവർഫുൾ ആയിരുന്നു ബ്രിട്ടൻ, എത്രയോ സമ്പന്നമായിരുന്നു ബ്രിട്ടൻ. രണ്ടാം ലോക മഹായുദ്ധമാണ് ബ്രിട്ടന്റെ കണക്കൂട്ടലുകൾ തെറ്റിക്കുന്നതും അവരുടെ നട്ടലൊടിക്കുന്നതും. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധം അത് അവർ അർഹിച്ചിരുന്നത് തന്നെയാണ്. കാരണം കൊള്ളയടിച്ചുണ്ടാക്കുന്ന മുതലൊന്നും നിലനിൽക്കില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇന്ത്യയെ കൊള്ളയടിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ കുറെ അവർക്ക് നഷ്ടമായി. ഇനി എന്തെങ്കിലും അവിടെ ബാക്കി ഉണ്ടെങ്കിലും അത് ഇന്ത്യയെ കൊള്ളയടിച്ചുണ്ടാക്കിയതിന്റെ ഒരു ഭാഗം തന്നെയാണ്. ആ കൊള്ള മുതലിൽ തന്നെയാണ് ഇന്നും ബ്രിട്ടൻ നിലനിൽക്കുന്നത്. 1900 വരെ 64 ട്രില്യൺ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ 1947 വരെയുള്ള 47 വർഷം ഇത്ര തന്നെ എമൗണ്ട്, ഇത്ര തന്നെ മൂല്യമുള്ള വസ്തുക്കൾ അവർ കൊള്ളയടിക്കും. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഭരണം വിടാൻ പോവുകയാണെന്ന് കൂടി പറയുമ്പോൾ പരമാവധി കൊള്ളയടിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഒരു ആവറേജ് ഒരു 100 ട്രില്യൺ എങ്കിലും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടാകണം. ഈ 100 ട്രില്യന്റെ പലിശ അടക്കം ഇപ്പോ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ബ്രിട്ടൻ നമുക്ക് ഒരു 120-125 ട്രില്യൺ US$ എങ്കിലും പലിശ അടക്കം തരാനുണ്ട്. സത്യം പറഞ്ഞാൽ ബ്രിട്ടൻ മൊത്തത്തിൽ എഴുതി വിറ്റാൽ പോലും അത് കിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ അതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ ഇന്ത്യയിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയ മുതല് തിരിച്ചു തരേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ബ്രിട്ടനുണ്ട്. ഈ കണക്കുകളെല്ലാം പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യക്കാരുമല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രസകരമായ കാര്യം. ബ്രിട്ടീഷുകാർ തന്നെ, വിദേശികൾ തന്നെയാണ് ഇപ്പോൾ ഈ പഠനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇന്ത്യ ദരിദ്രമായത് എന്ന്, എങ്ങനെയാണ് ഇന്ത്യയിലെ സാമൂഹിക വ്യവസ്ഥ മാറിയത് എന്ന്. ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ, ഒരു നാട് സമ്പന്നമായിരിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു രാജ്യത്ത് ദാരിദ്ര്യം കൂടുതൽ പ്രശ്നമായിട്ട് വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അസമത്വം ഉണ്ടാകും, മനുഷ്യർക്കിടയിൽ സ്പർദ്ധ ഉണ്ടാകും, വിവേചനം ഉണ്ടാകും, സാമ്പത്തികമായിട്ടുള്ള അകലം വർദ്ധിക്കും. ആ സമൂഹത്തില് ഒരുപക്ഷെ ഏറ്റവും മോശമായ ഒരുപാട് പ്രവണതകൾക്ക് തുടക്കമാകും. ഈ കഴിഞ്ഞ ഒരു 10-200-250 വർഷം കൊണ്ടാണ് ഇന്ത്യ ഇത്രത്തോളം വലിയ പ്രതിസന്ധിയുള്ള, അല്ലെങ്കിൽ ഇപ്പൊ പലരും പറയും ഇന്ത്യയിൽ വൃത്തിയില്ല, ഇന്ത്യക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുണ്ട്. അതായത് ഒരു 250-300 വർഷം മുമ്പ് ഇന്ത്യക്കാര് വളരെ കൃത്യമായിട്ടുള്ള ചിട്ടകൾ ഫോളോ ചെയ്തിരുന്ന വളരെ നല്ല സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യർ തന്നെ ആയിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്? മെച്ചപ്പെട്ടാണല്ലോ വരേണ്ടത്. ഇപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്ന രീതിയിൽ നിന്ന് നമ്മൾ ഒരു 50 വർഷം കഴിയുമ്പോൾ കുറച്ചും കൂടെ പുരോഗമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ താഴേക്ക് പോവല്ല. നമ്മൾ മനുഷ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഈ സമയത്ത് നമ്മളിൽ ഒരുപാട് നല്ല ശീലങ്ങളും മോശം ശീലങ്ങളും കാണും. ഇത് പതിയെ പിന്നീട് മാറും. നിയമം കൊണ്ട് മാറാം, നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് മാറാം, വിദ്യാഭ്യാസം കൊണ്ട് മാറാം. അപ്പോൾ നമ്മൾ കൂടുതൽ വളരെയധികം സിവിലൈസ്ഡ് ആയിട്ട് വളരെ പൗരബോധമുള്ള മനുഷ്യരായിട്ട് മാറുകയാണ് പൊതുവേ ചെയ്യേണ്ടത് അല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 30 വർഷം മുമ്പ് ഇവിടെ 2 വീലർ ഓടിക്കുന്ന എല്ലാവരും ഹെൽമെറ്റ് വയ്ക്കാറില്ല. പക്ഷെ ഇന്ന് എല്ലാവരും ഹെൽമെറ്റ് വയ്ക്കുന്നുണ്ട്. അത് നിയമം മൂലം നിർബന്ധമാക്കിയപ്പോൾ നമ്മൾ അത് ഫോളോ ചെയ്യാൻ തുടങ്ങി. അതുപോലെ റോഡില് തുപ്പരുത്, ചവറ് വലിച്ചെറിയരുത്, മലമൂത്ര വിസർജനം നടത്തരുത് എന്നൊക്കെ ഉള്ളത് ഒരു 25 വർഷം മുമ്പ് വളരെ മോശമായിരുന്നു അവസ്ഥയെങ്കിൽ ഇന്ന് അത് മാറി വരുന്നുണ്ട്. ഒരു 10-20 വർഷം കൂടെ കഴിയുമ്പോൾ കുറെ കൂടി പൗരബോധമുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറും. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ഒരു 1700-കൾ വരെയൊക്കെ ഇന്ത്യയിൽ മനുഷ്യർ വളരെ സിവിലൈസ്ഡ് ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നുവെങ്കിൽ ബ്രിട്ടീഷുകാർ വന്നു, അവർ ഇന്ത്യക്കാരെ അടിമകളാക്കിയതോടുകൂടി പിന്നെ അവരുടെ അടിമകളായിട്ടാണ് ജീവിക്കുന്നത്. മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. അപ്പോൾ മനുഷ്യരുടെ സ്വാഭാവികമായ പുരോഗതി തടസ്സപ്പെടുകയാണ്. ഇന്ത്യയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ആകാതിരിക്കാനും ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അവർ ചെയ്ത ഒരുപാട് ചതികളുണ്ട്. ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് 100% താരിഫ് ഏർപ്പെടുത്തുക, ബ്രിട്ടീഷ് പ്രോഡക്റ്റുകൾക്ക് താരിഫ് ഇല്ലാതെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുക, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ ഇന്ത്യയുടെ വ്യവസായ പുരോഗതിയെ തടസ്സപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരെ അപരിഷ്കൃതരാക്കി മാറ്റുകയും ചെയ്യുന്നതിൽ ബ്രിട്ടീഷുകാർക്ക് ഒരു വലിയ പങ്കുണ്ട്. പക്ഷെ എന്നിട്ട് എല്ലാവരും ഇപ്പൊ പറയുന്നത് എന്താണ്? ഇംഗ്ലീഷുകാരാണ് വന്നിട്ട് ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നത്, ഇംഗ്ലീഷുകാർ അത് ചെയ്തു ഇത് ചെയ്തു. ഇംഗ്ലീഷുകാര് ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നു. കാരണം ഇവിടെയുള്ള ആൾക്കാർ ഇംഗ്ലീഷ് പഠിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അവരുടേതായ താല്പര്യത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവിടെ നടപ്പിലാക്കിയത്. ഇംഗ്ലീഷുകാരുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഇന്ത്യയിൽ നിന്ന് സമ്പത്ത് കൊള്ളയടിക്കുക, ടാക്സ് പിരിച്ചെടുക്കുക, ഇതെല്ലാം ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുക. അല്ലാതെ ഇവിടെ അവരൊന്നും റീഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാം ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാർ മാത്രമല്ലെന്നേ. ഇപ്പൊ ഓക്സ്ഫാം റിപ്പോർട്ട് തന്നെ നോക്കൂ, അവരും അത് തന്നെയാണ് പറയുന്നത്. ഏകദേശം ഒരു 135 വർഷം കൊണ്ട് ഇവര് ഏതാണ്ട് 65 ട്രില്യൺ US$ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ഇന്ത്യയെ കൊള്ളയടിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്ന് ദരിദ്രമായിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ പങ്ക് ബ്രിട്ടീഷുകാർക്കും യൂറോപ്യൻസിനുമുണ്ട്. ഇന്ത്യക്കാരുടെ സമ്പത്ത് കൊണ്ടാണ് സത്യത്തിൽ ബ്രിട്ടീഷുകാരും യൂറോപ്യൻസും ഒക്കെ ഇന്ന് സമ്പന്നതയുടെ ഏറ്റവും അങ്ങ് ഉന്നതിയിൽ ഇരുന്നു കൊണ്ട് എല്ലാം ആസ്വദിച്ച് സുഖിച്ച് ജീവിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് കഷ്ടപ്പെടുന്നതിന് കാരണം ഇവർ നടത്തിയ കൊള്ള തന്നെയാണ്. കൊള്ള മാത്രമല്ല, കൊള്ളയും കൊലയും
ഇപ്പോഴും ബ്രിട്ടീഷുകാരെ ന്യായീകരിക്കുന്ന ആൾക്കാരോട് ഒന്നും പറയാനില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.